ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ബ്രൊക്കോളിയും ക്യാരറ്റും ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ബ്രൊക്കോളി, അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ്, അതിലേക്കായിട്ട് ഒരു ഒനിയന്, 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രൊക്കോളി ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്യേണ്ടത്, വളരെ ചെറുതാക്കിയിട്ടല്ല. അപ്പോൾ ഒരു മീഡിയം സൈസിൽ ബ്രൊക്കോളി കട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ ക്യാരറ്റും ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണാക്കിയിട്ട്. പിന്നെ ഉള്ളി അതുപോലെ ചെറിയ കഷ്ണാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒനിയനും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. വല്ലാണ്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചവാസന പോകുന്ന വരയ്ക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത്രയും മതി. അപ്പം നമുക്കിനി ഫസ്റ്റ് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വാടിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം മതി ബ്രൊക്കോളി ഇടുക അതിൽ. കാരണം ബ്രൊക്കോളി പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഫസ്റ്റ് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷമാണ് ബ്രൊക്കോളി ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് വളരെ കുറച്ച് മതി കേട്ടോ, ബ്രൊക്കോളിയിലൊന്നും ഉപ്പ് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചിട്ടൊന്ന് വേവിക്കുക. ലോ ഫ്ലെയിമിൽ മതി. പിന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ നോക്കുക. നോൺ സ്റ്റിക്ക് ആവുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കില്ല. സാധാരണ പാത്രമൊക്കെ അലുമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലൊന്ന് നോക്കിയിട്ട് വേണം. അപ്പോൾ ഇവിടെ ഇത് കുക്കായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് വെന്തിട്ടുണ്ട്, അതുപോലെ ബ്രൊക്കോളി ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ വേവ് കറക്റ്റാണ്. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് സോയ സോസ്, കുറച്ച് ബ്ലാക്ക് സോയ ഞാനിവിടെ ഒരു 1.5 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒഴിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ, കുക്കിംഗ് ഓയിൽ ഏതായാലും 1 സ്പൂൺ ഒന്ന് യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള 2 വെജിറ്റബിളാണ് ക്യാരറ്റും അതേപോലെ തന്നെ ബ്രൊക്കോളിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, ബൈ.